ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളോട് പെട്ടെന്ന് ഇഷ്ടം തോന്നാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവർ ഫസ്റ്റ് പോയിന്റ് ഈസ്, നമ്മളോട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്ന കുറച്ചധികം ക്വാളിറ്റീസ് നമുക്കുണ്ടാവണം അല്ലേ? അതേപോലെ തന്നെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾ. നമുക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകളോട് സംസാരിക്കാനായിരിക്കും അല്ലേ? നെഗറ്റീവായിട്ടുള്ള ആളുകളോട് എന്ത് പറഞ്ഞാലും അവർ നെഗറ്റീവ് മാത്രമാണ് പറയത്തുള്ളൂ. നമ്മുടെ ആത്മവിശ്വാസം കൂടിയായിരിക്കും അവിടെ പോകുക. മറിച്ച് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യത്തെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ, ഇത്തരത്തിലുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കും ഉള്ളിൽ ഒരു എനർജി ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ഉള്ള ഒരു ഉത്സാഹവും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇത്തരത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ചില വ്യക്തികളുണ്ട്, വാ തുറന്നാൽ നെഗറ്റീവാണ് പറയത്തുള്ളൂ, എന്ത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം. ഇത്തരത്തിലുള്ള വ്യക്തികളോട് പൊതുവെ നമ്മൾ ആരും അങ്ങനെ അധികം അടുക്കാറില്ലല്ലോ. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും നിങ്ങളോട് പെട്ടെന്ന് ഇഷ്ടം തോന്നും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യന്മാരുടെ ഒക്കെ ജീവിതത്തിൽ എല്ലാവരും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നന്നായിട്ട് ചിരിച്ച് ഇരിക്കാനായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത്. അതായത് ഏതൊരു വ്യക്തിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഹ്യൂമറൊക്കെ, അതായത് കുറച്ച് തമാശകളൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമുക്ക് എല്ലാവർക്കും തമാശ കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് നല്ല തമാശകളൊക്കെ പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമം കുറേ നേരത്തേക്കെങ്കിലും നമ്മൾ മറക്കുമല്ലോ. അവരുടെ കൂടെ നല്ല ജോളിയായിട്ട് സന്തോഷത്തിലായിരിക്കുമല്ലോ ആ ഒരു സമയം നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഹ്യൂമറൊക്കെ പറയുന്ന ഒരു വ്യക്തിയാകാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഹ്യൂമർ പറയാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമല്ലോ, മറ്റുള്ളവർക്ക് കേട്ടാൽ ചിരി വരുന്ന കുറച്ചധികം കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും നിങ്ങളോടൊരു അടുപ്പം തോന്നും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിക്കാണോ നിങ്ങളോട് താല്പര്യം തോന്നേണ്ടത് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അതായത് ആ ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിയുടെ കുറേ ഫ്രണ്ട്സും നിങ്ങളും കൂടി കൂടുന്ന് സംസാരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസ് എടുത്തെടുത്ത് പറയാം. അതായത് ഈ ഒരു വ്യക്തി നന്നായിട്ട് പാട്ട് പാടും, ഈ ഒരു വ്യക്തിയുടെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ്, അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി നന്നായിട്ട് ഡാൻസ് കളിക്കും, എന്ത് രസമാണോ ഈ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറയാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നതാ ഈ ഒരു കുട്ടിയാണ്. അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ലാത്ത ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇവർ ക്ലിയർ ചെയ്ത് തരും. അതേപോലെ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഈ ഒരു വ്യക്തിക്കുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊരു ഇഷ്ടം തോന്നും. കാരണം ഇത്രയും ആളുകൾ കേൾക്കെ തന്നെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുന്നു, തൻ്റെ നല്ല നല്ല കഴിവുകളും കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ എന്താണെങ്കിലും ആ ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കാണോ നിങ്ങളോട് ഇഷ്ടം തോന്നേണ്ടത് ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് നല്ല നല്ല കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറയുക, അതും ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നും. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇതും വളരെ അധികം വർക്കിംഗ് ആകുന്ന ഒരു ട്രിക്കാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളും ആ ഒരു വ്യക്തിയോട് കൂടി സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് എടുത്തെടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കുറേ അധികം ആളുകളും എടി, വാടി, പൊടി ഇങ്ങനെയൊക്കെ ആയിരിക്കും വിളിച്ച് സംസാരിക്കുക. ചില ഗേൾസിനൊക്കെ ആണെങ്കിൽ തന്നെ ഈ എടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേര് നിങ്ങൾക്ക് എടുത്തെടുത്ത് വിളിക്കാവുന്നതാണ്. ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയുക, എന്നിട്ട് ഈ കാര്യം പറയുക.
നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നും, എന്നെ എടി വാടി പൊടി ഒന്നും വിളിക്കുന്നില്ല, എൻ്റെ പേരൊക്കെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്, അതേപോലെ തന്നെ എൻ്റെ പേരൊന്നും മറന്നൊന്നും പോയിട്ടില്ല, ഓരോ കാര്യം പറയുമ്പോഴത്തേക്കും എന്നെ ഓർത്തിട്ടാണ് പറയുന്നത്. ഇങ്ങനത്തെ കുറേ അധികം ചിന്തകൾ എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ കുറേ അധികം ആളുകളെങ്കിലും മനസ്സിൽ വിചാരിച്ച ഒരു കാര്യമായിരിക്കും, എന്നെക്കാളും ഏജ് കുറച്ചധികം കൂടുതലാണ്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഞാൻ എങ്ങനെയാണ് പേര് വിളിക്കുക എന്നുള്ളത്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളെക്കാളും ഏജ് കൂടിയ ഒരു വ്യക്തിയുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ പേരിനൊപ്പം ചേട്ടാന്നോ അല്ലെങ്കിൽ ചേച്ചിന്നോ എന്നൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മുടെ പേരൊക്കെ എടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ എന്താണെങ്കിലും നമ്മൾ അവരെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാറില്ലേ? അതേപോലെ തന്നെ ആ ഒരു വ്യക്തികൾ നിങ്ങളെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 മെത്തേഡ്, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആദ്യം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത്യാവശ്യം ഹ്യൂമറൊക്കെ നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരിക, അതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റീസിനെ ഒക്കെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കുക, അതേപോലെ തന്നെ പേരൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇതാ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ, അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.